ആളുകളാരും ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ യാതൊരു താല്പര്യം എടുക്കുന്നില്ല. ആരാണ് ഈ ആശുപത്രി മാനേജ് ചെയ്യേണ്ട സംവിധാനങ്ങൾ? ലോകത്തിൻ്റെ എവിടെ പോയി ഏത് പരിധിയില്ലാതെ ഏറ്റവും വലിയ ആശുപത്രികളിൽ ചികിത്സ നടത്താനായിട്ട് വേറൊരു കൂട്ടം. കുറേ പാവപ്പെട്ടവരെങ്ങാനും വന്ന് പോണ ഒരു സ്ഥലമല്ലേ, അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തങ്ങ് വിടാം, അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഒരു പ്രയോറിറ്റി ആരും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഗവൺമെൻറ് ആശുപത്രിയിലുള്ള ഡോക്ടർമാരും അവരൊക്കെ വല്ലതും മാജിക്ക് കാണിച്ച് വല്ലതും ചെയ്യാൻ പറ്റുമോ? പണം കൊടുക്കണ്ടേ? സർക്കാരിനെ ബന്ധപ്പെട്ട് ആനുകൂല്യങ്ങൾ നേടി ജീവിക്കാം എന്ന് പറയുന്ന ഒരു വലിയൊരു വിഭാഗമുണ്ട്. അതിലൊരു വലിയൊരു വിഭാഗമാണ് നമ്മൾ സർക്കാർ ആശുപത്രിയിൽ പോകുന്ന ആളുകൾ. അവർക്ക് വേറെ എടുത്ത് പോകാനൊക്കില്ല, വേറെ എടുത്ത് പോകാൻ നിവർത്തിയില്ല. ഇത്രയും മോശമായിട്ടുള്ള ഒരു ധനകാര്യ തകർച്ച തുടർച്ചയായിട്ടുണ്ടായിട്ട് മന്ത്രി നനങ്ങാതിരിക്കുന്നു. നമസ്കാരം. കേരളം നമ്പർ 1 ആണ് എന്ന് മേനി നടിച്ച് നടക്കുന്നവർക്ക് തിരിച്ചടിയായിക്കൊണ്ട് ആദ്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ പ്രസ്താവന പുറത്തു വരുന്നു. ഇതിന് പിന്നാലെ പൊടുന്നനെ കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നു. ഇതിന് പിന്നാലെയാണ് വീട്ടമ്മയായ ബിന്ദു മരണപ്പെടുന്നതും. ഇതിനെല്ലാം തന്നെ കാരണക്കാർ സത്യത്തിൽ ആരാണ്? ഈ സിസ്റ്റത്തിൻ്റെ കെടുകാര്യസ്ഥതയാണോ, സാമ്പത്തിക സ്ഥിതിയാണോ? നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിലെ കെടുകാര്യസ്ഥതകളെക്കുറിച്ചും ഉപകരണങ്ങളുടെ ക്ഷാമത്തെക്കുറിച്ചും എല്ലാം വാർത്തകൾ പുറത്തു വരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണത്. സത്യത്തിൽ ഇത് ആരുടെ കെടുകാര്യസ്ഥതയാണ്? ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ള രീതിയിൽ ഈ ഒരു സംഭവങ്ങളെയെല്ലാം തന്നെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതായത് ഈ സംസ്ഥാന സർക്കാർ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പിന്നീട് നല്ല ആരോഗ്യ സ്ഥാപനങ്ങളൊരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നിലപാട്. പക്ഷേ നമ്മൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഈ ആരോഗ്യ സ്ഥാപനങ്ങളെപ്പറ്റി പരിശോധിച്ചാൽ വളരെ മോശമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നിലനിൽക്കുന്നതെന്നാണ് നിങ്ങൾ ഈ ചൂണ്ടിക്കാണിച്ച രണ്ട് കാര്യങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളായിട്ട് ആണ് ഞാൻ കാണുന്നത്. ഒന്ന്, സംസ്ഥാന അതിരൂക്ഷമായിട്ടുള്ള ഒരു ധനകാര്യ പ്രതിസന്ധിയിലാണ്. പണമില്ല. നമ്മളിത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പണം തീരെ ഇല്ല, ഇവർക്ക് കൊടുക്കാൻ ഇല്ല. അപ്പോൾ പണമില്ലാത്തതുകൊണ്ട് ഉപകരണങ്ങൾ വാങ്ങിക്കാൻ കഴിയുന്നില്ല. അത് ഒരു വശം. രണ്ടാമത് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ സംസ്ഥാന സർക്കാർ ബ്യൂറോക്രസിയും രാഷ്ട്രീയ നേതാക്കളും ബാക്കിയുള്ളവരൊക്കെ തന്നെ ഈ പൊതുസ്ഥാപനങ്ങൾ വേണ്ട സപ്പോർട്ട് കൊടുത്ത് കൊണ്ടുപോകുന്നതിൽ അവർക്ക് താല്പര്യമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ വരുന്ന മുഴുവനും പാവപ്പെട്ട ആളുകളല്ലേ അവിടെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. പിന്നെ ഈ സർക്കാർ മേഖലയിലുള്ള ആളുകളും മന്ത്രിമാരും MLA-മാരും ബാക്കിയുള്ളവരാരും അവിടെ ട്രീറ്റ്മെൻറ്റിന് പോകുന്നില്ല. അവർക്ക് പരിധിയില്ലാത്ത മെഡിക്കൽ ആനുകൂല്യം മേടിച്ച് ഇന്ത്യയുടെ വിദേശത്തോ എവിടെയും പോയി ട്രീറ്റ് ചെയ്യാമെന്നുള്ളൊരു സംവിധാനം നിലനിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇന്നത്തെ ഈ പ്രതിസന്ധിയുടെ ഏറ്റവും മൂല കാരണമായിട്ട് ഞാൻ കാണുന്നത്. ഇതിൽ ഞാൻ പിന്നീട് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം ഇടിഞ്ഞു വീഴുകയാണ്. ആ കെട്ടിടത്തിന് ഏതാണ്ട് ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 57 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടം. ആ കെട്ടിടം പിന്നീട് ആ കെട്ടിടത്തിൽ തന്നെ നേരത്തെ അത് പൊളിച്ചു മാറ്റാനായിട്ട് നിർദ്ദേശിച്ചിരുന്ന ഒരു കെട്ടിടമാണ് ഇടിച്ചു പൊളിഞ്ഞത്. അപ്പോൾ അവിടെ PWD, ഈ സർക്കാർ ബിൽഡിങ്ങിൻ്റെ എല്ലാം ചുമതല ആരാണ് വഹിക്കുന്നത്? PWD ആണ്. അപ്പോൾ എന്തുകൊണ്ട് PWD ആ കെട്ടിടം ഡിമോളിഷ് ചെയ്യാനായിട്ടുള്ളൊരു നടപടി എടുത്തില്ല? അപ്പോൾ PWD വകുപ്പ് അവിടെ ഉത്തരവാദിത്വമുണ്ട്. അതായത് സർക്കാർ കെട്ടിടങ്ങളിലെ എല്ലാം കസ്റ്റോഡിയനും അത് റിപ്പയർ ചെയ്യുന്നതും അതുമായിട്ട് തീരുമാനിക്കുന്നതെല്ലാം PWD ആണ്. അപ്പോൾ PWD മന്ത്രിക്കും അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. ഇത് ഒന്ന്. രണ്ടാമത് പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ ഡോക്ടർ ഹാരിസ് പറഞ്ഞ ആ കാര്യത്തിൽ ഈ ഡോക്ടർ ഹാരിസിൻ്റെ പ്രസ്താവനയിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാം?
അദ്ദേഹത്തിൻ്റെ പിന്നീട് ബാക്ക്ഗ്രൗണ്ട് നോക്കൂ. ഏതാണ്ട് കേരളത്തിലുള്ള ഏതാണ്ട് എല്ലാ ആശുപത്രികളിലും വർക്ക് ചെയ്ത ഒരു ഡോക്ടറാണ്. 56 വയസ്സ് പ്രായമുണ്ട്. നല്ല അനുഭവ പരിചയമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പിൻ്റെ മേധാവിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, അങ്ങനെ സംസാരിച്ചുകൊണ്ടൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ആശുപത്രി സൂപ്രണ്ടിനും ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനും ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഒരു രൂപം ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിനെ ഞാൻ പറയുന്നത്. ഞാൻ മേലധികാരികൾക്ക് റിപ്പോർട്ട് നൽകി, നേരിൽ സംസാരിച്ചു, ആവശ്യകത ബോധ്യപ്പെടുത്തി, നടക്കാത്തതുകൊണ്ട് മന്ത്രിയുടെ ഓഫീസിൽ അറിയിച്ചു, ഒന്നും നടക്കുന്നില്ല. ആളുകളാരും ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ യാതൊരു താല്പര്യം എടുക്കുന്നില്ല. ആരാണ് ഈ ആശുപത്രി മാനേജ് ചെയ്യേണ്ട സംവിധാനങ്ങൾ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സ്ഥിതി വന്നത്? നമ്മുടെ MLA-മാർ, മന്ത്രിമാർ, മുൻ MLA-മാർ, PSC അംഗങ്ങൾ, ഇങ്ങനെ കുറേ പേർക്കൊക്കെ, അതായത് ഭരണവർഗം, അവർക്ക് പരിധിയില്ലാത്ത മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുക. കുറേ മുമ്പ് ഒരു MLA-യും ഒരു മന്ത്രിയായിരുന്ന ആൾ മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് എത്ര എമൗണ്ട് മേടിച്ചെന്നറിയാം? 1.8 crore, 2 കോടിക്കടുത്താണ് ഒരു ട്രീറ്റ്മെൻറ്റ് മേടിച്ചിരിക്കുന്നത്. ഇന്നും അവരൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മുടെ MLA-മാരും ഇവരൊക്കെ മേടിച്ചിരിക്കുന്ന മെഡിക്കൽ പിന്നെ റീഇംബേഴ്സ്മെൻറ്റിൻ്റെ കണക്ക് പ്രസിദ്ധീകരിക്കണം, എത്രയാണ് എന്ന് കണക്ക് പ്രസിദ്ധീകരിക്കണം. മാത്രമല്ല, ഈ പരിധിക്കധികം ഈ തരത്തിലുള്ള മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് കൊടുക്കണം എന്നുണ്ടാക്കി വച്ചിരിക്കുന്ന ഈ നിയമം അത് മാറ്റണം. അതിനൊരു ന്യായീകരണമല്ല. ഇവിടുത്തെ പിന്നീട് ഏതാണ്ട് 44% കുടുംബങ്ങളും ഏതാണ്ട് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളാണ്. അവർക്ക് വേറെ ഒരു ഗതിയും ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഈ മെഡിക്കൽ ആശുപത്രികളിലും ബാക്കിയുള്ളിടത്ത് വരുന്നത്. ഒരു നിവൃത്തിയില്ല. അവിടെ പിന്നീട് അവർക്ക് ചികിത്സ കൊടുക്കാനായിട്ട് പണമില്ല. അതേസമയത്ത് എന്താണ്, ലോകത്തിൻ്റെ എവിടെ പോയി ഏത് പരിധിയില്ലാതെ ഏറ്റവും വലിയ ആശുപത്രികളിൽ ചികിത്സ നടത്താനായിട്ട് വേറൊരു കൂട്ടർ. ആർക്കാ? MLA-മാരുടെ കുടുംബങ്ങൾ, മുൻ MLA-മാരുടെ കുടുംബങ്ങൾ, പിന്നീട് PSC അംഗങ്ങൾ, മുൻ PSC അംഗങ്ങളുടെ കുടുംബങ്ങൾ, അങ്ങനെ ഒരു വലിയൊരു ഭരണവർഗത്തിന് കൊടുക്കുക. എന്ത് ന്യായീകരണമാണ്? ഇത് എനിക്ക് തോന്നുന്നു ഒരു പിന്നീട് ഈ പരസ്യമായിട്ട് തന്നെ ഇത് നടത്തി തന്നെ ജനങ്ങളുടെ ഇടയിൽ ഇത് നടത്തി തന്നെ ഇവർക്ക് കൊടുക്കാമോ? ഈ തരത്തിലുള്ള ഈ മോശപ്പെട്ട ഈ ഒരു കാര്യം നിലനിർത്തണോ എന്നുള്ള ഒരു റഫറൻഡം നടത്തണമെന്ന് ഞാൻ പറയും. ഞാൻ വേറൊന്നുമല്ല, മറുനാടിനോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഇത്രയും മോശമായ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ നമ്മുടെ പ്രഭുവർഗത്തിന്, ആഡംബരം ആയിട്ട് കഴിയുന്ന ഒരു വർഗത്തിന് ഇത്രയും വലിയ ആനുകൂല്യങ്ങൾ കൊടുക്കുകയും ഒരു ആശുപത്രിയിൽ നന്നാക്കാനോ അല്ലെങ്കിൽ വേറെ അവിടെ ഒരു സൗകര്യങ്ങളോ എന്തെങ്കിലും ഇല്ലാത്തൊരവസ്ഥ രണ്ട് നിലനിൽക്കുന്നു. എന്ത് ന്യായീകരണമാണുള്ളത്? ഒരു റഫറൻഡം നടത്തണം, ഇവർക്കൊക്കെ ഇത് കൊടുക്കണോ വേണ്ടിയോ? ഞാൻ വളരെ ശക്തമായിട്ട് തന്നെ പറയുന്നു ഇത് കൊടുക്കാൻ പാടില്ല എന്ന്. ഞാനിത് നേരത്തെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ധനധൂർത്ത് രാഷ്ട്രീയം. ഇവിടെ ഇപ്പോൾ നടത്തുന്ന ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ധനധൂർത്ത് നടത്തി ഈ പണം മുഴുവനും ഈ വളരെ ശക്തരായ സംഘടിതരായ ഭരണവർഗത്തിനും സർക്കാർ ഉദ്യോഗസ്ഥരും ബാക്കിയുള്ളവരും എല്ലാവരും കൂടെ അടിച്ചെടുക്കുന്ന ഒരു പരിപാടിയാണ്. ഇവിടെ ജനത്തിനൊന്നുമില്ല. അതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം. ഇനി നമുക്ക് നമ്മുടെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ സ്ഥിതി എന്താണെന്ന് നോക്കാം. തിരുവനന്തപുരത്തിൻ്റെ നമ്മളിപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോളേജാണ് മെഡിക്കൽ കോളേജ്. അവിടെയുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഇപ്പോഴുള്ള അവിടുത്തെ സ്ഥിതി കണക്ക് അവിടെയുള്ള ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. അവിടെ താമസിച്ചില്ല, ലിഫ്റ്റുകൾ വർക്ക് ചെയ്യുന്നില്ല. ധൈര്യത്തോടെ ലിഫ്റ്റുകളിൽ കയറി മുകളിലോട്ട് പോകാൻ പേടി. കാരണം പകുതി വഴി നിന്നു പോകും. കൈയും കാലും ഇല്ലാത്ത ആളുകൾ, നടക്കാൻ വയ്യാത്ത ആളുകളും രോഗികളാണ് പോകേണ്ടത്. പിന്നെ ഇത് അവരടുത്ത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുമോ എന്ന് പറഞ്ഞ് പേടിച്ച് പറയുന്നില്ല. ലിഫ്റ്റുകൾ പോലും നന്നാക്കാനായിട്ടുള്ള പണമില്ലാത്തതുകൊണ്ടാണല്ല, അല്ലാതെ അപ്പോൾ അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള പണമില്ല, ലിഫ്റ്റുകൾ വർക്ക് ചെയ്യുന്നില്ല. പിന്നീട് ശസ്ത്രക്രിയകൾ, ഒരു സർജറി നിശ്ചയിച്ചാൽ അത് ഒരു 5 or 6 പ്രാവശ്യം മാറ്റി വയ്ക്കുന്നു. അത് സമയത്തിന് നടത്താൻ ഉപകരണമില്ല, മരുന്നില്ല, മറ്റതില്ല, ഒന്നുമില്ല. ഈ ആളുകളൊക്കെ ഇങ്ങനെ മാസങ്ങളിങ്ങനെ കാത്തു കിടക്കുന്നു എന്നുള്ളതാണ്. പിന്നെ വാർഡുകളുടെ ശുചിമുറികളൊന്നും വൃത്തിയില്ല, അതിന് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നില്ല.
പിന്നെ കുറേ അധികം രോഗികളൊക്കെ ആണെങ്കിൽ ഈ ബെഡൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നീട് വഴിയിലും അവിടെ കൂടെ ഇതിൻ്റെ മെഡിക്കൽ കോളേജിൻ്റെ വാർഡിൻ്റെ വഴികളിലും മറ്റു സ്ഥലങ്ങളിലും താഴെ പിന്നീട് പായും തോർത്തും ഒക്കെ വിരിച്ച് കിടക്കുന്നു. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഒരു സ്ഥിതിയാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ ഇപ്പോൾ കാത്ത് ലാബുകളെന്ന് പറഞ്ഞാൽ 2 ഉണ്ട്, അത് ഒരെണ്ണം 10 മാസമായിട്ട് പ്രവർത്തിപ്പിക്കുന്നില്ല. CT സ്കാൻ എടുക്കണമെങ്കിൽ രോഗികൾ ആഴ്ചകളും മാസങ്ങളും കാത്തിരിക്കണം. അവർക്ക് വെളിയിൽ പോയി ഒരു CT സ്കാൻ എടുക്കാനായിട്ടുള്ള പൈസയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പിന്നീട് കേരളത്തിൻ്റെ ഏറ്റവും പ്രമുഖമായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ. അവിടെ നമ്മുടെ ഡോക്ടർ ഹാരിസ് പറയുന്നത് എന്താണ്, ഞാൻ ഇമാതിരിയുള്ള കാര്യങ്ങൾ പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അധികാരികളോടും പറയുകയും മന്ത്രിയുടെ ഓഫീസിൽ പോയി പറയുകയും ചെയ്തിട്ട് ആരും കേൾക്കുന്നില്ല അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ബ്യൂറോക്രസി, ഇപ്പോൾ ഈ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ബ്യൂറോക്രസി ഉണ്ടല്ലോ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബ്യൂറോക്രസി, അവർക്കാർക്കും താല്പര്യമില്ല. അവർക്കാർക്കും ഒരു താല്പര്യമില്ല. അവർ വളരെ കുറേ പാവപ്പെട്ടവരെങ്ങാനും വന്ന് പോണ ഒരു സ്ഥലമല്ലേ, അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തങ്ങ് വിടാം, അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഒരു പ്രയോറിറ്റി ആരും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ പറയുന്നു എന്താണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏറ്റവും മികച്ച പൊതു ആശുപത്രികളുള്ള ഒരു സ്ഥലമാണ് എന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ റേസ് ചെയ്ത ഒരു കാര്യം. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം, രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ പണമില്ല എന്നുള്ളതാണ്. നമ്മൾ ധാരാളം പല പ്രാവശ്യവും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയെ പറ്റി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ അവരെത്രത്തോളം പണം കൊടുത്തു എന്നുള്ള കണക്ക് നമുക്ക് നോക്കാം. ഈ 2024-25 വർഷത്തെ സാമ്പത്തിക വർഷം മെഡിക്കൽ എഡ്യൂക്കേഷനാണ് ഈ മെഡിക്കൽ കോളേജുകളുടെയൊക്കെ തുക കൊടുക്കുന്നത്. ബഡ്ജറ്റ് തുകയായിട്ട് 400 കോടി രൂപ വെച്ചു. ആപ്പാട് കൊടുത്തത് 254 കോടി രൂപ, അതായത് വെട്ടിക്കുറച്ച് 146 കോടി രൂപ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്, ഈ ബഡ്ജറ്റിൽ ഈ കണക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഊഹക്കണക്കൊന്നുമല്ല. ഇവരുമായിട്ട് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഓരോ ആവശ്യങ്ങളും ബാക്കിയുള്ള എല്ലാം പരിശോധിച്ച് ഒരുപാട് വെട്ടിക്കുറവുകൾ വരുത്തി കഴിഞ്ഞിട്ടാണ് ബഡ്ജറ്റിലൊരു തുക എടുക്കുന്നത്. അപ്പോൾ ബഡ്ജറ്റിൽ അത്രയും തുക ഇടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മെഡിക്കൽ കോളേജ് ആയിരിക്കും അത്രയും തുക കിട്ടുമല്ലോ, അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വയ്ക്കും. ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എത്ര? 400 കോടി രൂപ ഈ മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിന് കൊടുത്തതിൽ പിന്നീട് നൽകിയത് 254 കോടി രൂപ, ഏതാണ്ട് 150 കോടി രൂപ കൊടുത്തില്ല എന്ന് പറയുമ്പോൾ അത്രയും ധനപ്രതിസന്ധി വന്നു എന്നുള്ളതാണ്. പിന്നെ ഈ മെഡിക്കൽ കോളേജുകൾക്ക് വികസനത്തിന് വേണ്ടി ഇതിൽ കണക്കാക്കിയിരുന്ന ഏതാണ്ട് 217 കോടി രൂപ, കൊടുത്തിരിക്കുന്നത് 157 കോടി രൂപ പണം കൊടുത്തില്ല. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്ററിന് ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന 73 കോടി രൂപ, ആ വർഷം ആ പടം നൽകിയത് 36 കോടി രൂപ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി റീജിയണൽ ക്യാൻസർ സെൻറ്ററിന് 73 കോടി രൂപ ബഡ്ജറ്റിൽ പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന 36 കോടി രൂപ. കൊച്ചിൻ ക്യാൻസർ സെൻറ്ററിന് 24 കോടി രൂപയാണ് ബഡ്ജറ്റിലിട്ടിരിക്കുന്നത്, 14 കോടി രൂപ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ജില്ലാ ആശുപത്രി വരെ മൊത്തം ഒരു ബഡ്ജറ്റിൽ കൊടുത്തിരുന്ന തുക 152 കോടി രൂപയാണ്. കൊടുത്തതെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് തുകയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളൊരു കാര്യം? ഈ ഗവൺമെൻറ് ആശുപത്രിയിലുള്ള ഡോക്ടർമാരും അവരൊക്കെ വല്ലതും മാജിക്ക് കാണിച്ച് വല്ലതും ചെയ്യാൻ പറ്റുമോ? പണം കൊടുക്കണ്ടേ? അവരുടെ ശമ്പളം എങ്ങനെ കഷ്ടിച്ചൊക്കെ കൊടുക്കുന്നതായിരിക്കും. ഉപകരണങ്ങൾ വേണ്ടേ, മരുന്ന് വേണ്ടേ, മറ്റ് സൗകര്യങ്ങൾ വേണ്ടേ, ഇതിനൊക്കെ പണം വേണ്ടേ? ഈ പണമൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ സർക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ഇപ്പോൾ വലിയ ഒരു ധനപ്രതിസന്ധിയിലായിരിക്കുകയല്ലേ, ഇവിടെ നമ്മളെ പണം വേണ്ടേ, പണം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കൊടുക്കും. ഇവിടെ ഇപ്പോൾ ഈ ധനധൂർത്ത് നടത്തി നമ്മുടെ ഈ പണം മുഴുവനും നശിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കിടന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? നമ്മളിപ്പോൾ പല വീഡിയോകളിലും സംസാരിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി വളരെ മോശമാകുന്നു, തുടരെ മോശമാകുന്നു. ആ ധനസ്ഥിതി മെച്ചപ്പെടുത്താതെ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ ഒക്കുന്നില്ല. വളരെ മോശമായിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി നിലനിൽക്കുന്നത്. അതിനെ മെച്ചപ്പെടുത്താനായിട്ടുള്ള ഒരു ഭാഗത്തുള്ള ശ്രമവും നടത്താതെ ഇത് മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, വികസന പ്രവർത്തനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പണം കൊടുക്കാനില്ല, മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്ലാനൊക്കെ വെട്ടിക്കുറയ്ക്കുന്നത് എല്ലാം കുറച്ച് ഈ കഷ്ടിച്ച് ഈ ശമ്പളവും പെൻഷനും ഈ കൊടുക്കുന്നത് ഒഴിച്ച് വേറെ കാര്യമായിട്ടുള്ള ഒന്നിനും പണമില്ലാത്ത വളരെ ഒരു മോശമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്.
ഇപ്പോൾ ഉദാഹരണത്തിന് 2016 ഈ സർക്കാർ ആദ്യം വന്നപ്പോൾ ഒരു ധവളപത്രം പ്രസിദ്ധീകരിച്ചു. അതിൽ പറയുന്നത് എന്താണെന്നറിയാം, ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2021 ആകുമ്പോൾ ശമ്പളവും പെൻഷൻ പോലും കൊടുക്കാൻ കഴിയില്ല, അത്രയും മോശമായിട്ടുള്ള ഒരു ധനസ്ഥിതിയാണ്. അതിന് കുറ്റമായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധന മാനേജ്മെൻറ്റ് മോശമായതുകൊണ്ട് തന്നെ ഇത് സംഭവിച്ചു എന്നാണ് ആ 2016 ഈ സംസ്ഥാന സർക്കാർ ഈ ധനവകുപ്പ് പ്രസിദ്ധീകരിച്ച ധവളപത്രം. 2022 നമ്മുടെ ധനമന്ത്രി പറഞ്ഞ എന്താണെന്നറിയാം, കേരളത്തിൽ ഇതുവരെ കാണാത്ത അൺപ്രസിഡൻറ്റഡ് ക്രൈസിസ് ഇതാ വരുന്നു. അദ്ദേഹം അസംബ്ലിയിൽ പ്രഖ്യാപിച്ചാണ്, കേരളം ഇതുവരെ കാണാത്ത അൺപ്രസിഡൻറ്റഡ് ക്രൈസിസ്. ഇപ്പോൾ CAG റിപ്പോർട്ട് 2023-24 നമ്മൾ ചർച്ച ചെയ്തില്ല. അതിനകത്ത് എന്താണ് പറയുന്നത്, 1,00,000 കോടി രൂപയുടെ കടമാണ് ഒരു വർഷം എടുത്തത്. നിത്യനിദാന ചെലവിന് എല്ലാം കടമെടുക്കുന്നു. 53,000 കോടി വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസായിട്ട് 225 പ്രാവശ്യം എടുത്തു. ഓവർ ഡ്രാഫ്റ്റ് 67 പ്രാവശ്യം എടുത്തു. കേരളം സമ്പൂർണ്ണമായിട്ട് ധനകാര്യ തകർച്ചയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ തകർച്ചയ്ക്കാരെ ഇത് ആരോഗ്യ മേഖലയല്ല, എല്ലാ മേഖലയിലും. അതായത് ഈ സർക്കാരിനെ ബന്ധപ്പെട്ട് ആനുകൂല്യങ്ങൾ നേടി ജീവിക്കാം എന്ന് പറയുന്ന ഒരു വലിയൊരു വിഭാഗമുണ്ട്. അതിലൊരു വലിയൊരു വിഭാഗമാണ് നമ്മൾ സർക്കാർ ആശുപത്രിയിൽ പോകുന്ന ആളുകൾ. അവർക്ക് വേറെ എടുത്ത് പോകാനൊക്കില്ല, വേറെ എടുത്ത് പോകാൻ നിവർത്തിയില്ല. അപ്പോൾ ഇന്നലെ ഈ ആശുപത്രിയിൽ, കോട്ടയത്തെ ജില്ലയിലെ ആശുപത്രിയിൽ മരിച്ച വീട്ടമ്മ മാസം വളരെ തുച്ഛമായ ഒരു ശമ്പളത്തിൽ, ദിവസം വളരെ തുച്ഛമായൊരു ശമ്പളത്തിലാണ് ജോലി ചെയ്തിരുന്നു എന്നാണ് കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയുള്ള ആളുകളാണ് ഈ ആശുപത്രിയിൽ പോകുന്നത്. ഈ ആശുപത്രിയിലൊന്നും ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? വേറെ എവിടെ പോവും? വേറെ പ്രൈവറ്റ്. അപ്പോൾ അങ്ങനെ വലിയൊരു, അതായത് ഈ സംസ്ഥാനത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ധനകാര്യ തകർച്ച മൂലം മുഴുവനും തകർന്ന ഒരു സ്ഥിതിയിലേക്കെത്തി. ഇതിവിടെ മാത്രമല്ല നിൽക്കുന്നത്, പിന്നീട് പദ്ധതി പ്രവർത്തനങ്ങളൊന്നും ഈ 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവരുടെ പ്ലാൻ ഫണ്ട് ബാക്കിയുള്ളതെല്ലാം വെട്ടിക്കുറച്ച്. ഒന്നിനും പണമില്ല. അപ്പോൾ ഒന്നിനും പണമില്ല. പിന്നെ ഒരു കാര്യം, ഈ പണമില്ലാത്ത ഞങ്ങളുടെ തകരാറുണ്ടല്ലോ, അത് കേന്ദ്രമാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറച്ച് ആളുകളെയൊക്കെ ഇളക്കി വിട്ട് ഇങ്ങനെ ചില മീറ്റിങ്ങുകൾ നടത്തി പ്രസ്താവനകളൊക്കെ നടത്തി പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു സ്ഥിതി എത്തിച്ച ഈ മന്ത്രിമാർക്ക് ഒരു ഉത്തരവാദിത്വമല്ലേ? ഇത്രയും മോശമായിട്ടുള്ള ഒരു ധനകാര്യ തകർച്ച തുടർച്ചയായിട്ടുണ്ടായിട്ട് മന്ത്രി ഒന്ന് അനങ്ങാതിരിക്കുന്നു. സാധാരണ ഇതിൽ എവിടെയെങ്കിലും ആണെങ്കിൽ അത് പിന്നീട് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ച് പോകും. അതിന് പകരം ഇവിടെ ഇപ്പോൾ കള്ളക്കണക്കുകളും പറഞ്ഞ് പിന്നീട് കുറേ ഈ പബ്ലിസിറ്റി ഒക്കെ ഉണ്ടാക്കി പത്രങ്ങളെയും മറ്റ് മാധ്യമങ്ങളെയൊക്കെ സ്വാധീനിച്ച് ഇങ്ങനെ കുറേ കള്ളക്കണക്ക് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. എല്ലാ മേഖലകളിലും ഇങ്ങനെ തന്നെ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ വലിയ ഈ പരസ്യം കൊടുക്കുന്നുമല്ല, വലിയ പരസ്യം പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പ്രശ്നങ്ങൾ തീരുമോ? അപ്പോൾ ശരിക്കും ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. നമ്മുടെ ഈ ധനമന്ത്രിക്ക് എന്ത് ധാർമ്മികതയാണുള്ളത് ഈ ഇത്രയും മോശമായ ഒരു സ്ഥിതിയിൽ അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുന്നതിന്? എന്നെക്കൊണ്ട് കഴിയില്ല. വേറെ ആരെങ്കിലും ഒക്കെ ഒന്ന് പറയണ്ടേ? നമ്മളെ PWD മന്ത്രി സർക്കാർ ആശുപത്രികളുടെ കെട്ടിടങ്ങളുടെ എല്ലാം കൺസ്ട്രക്ഷൻ മെയിൻ്റനൻസ് നടത്തുന്ന കസ്റ്റോഡിയനാണ് PWD വകുപ്പ്. എവിടെ പോയി PWD വകുപ്പ്? ഈ നാട്ടിലുള്ള സർക്കാർ ആശുപത്രി കെട്ടിടങ്ങളുടെയും മറ്റ് സ്കൂളുകളുടെയും ബാക്കിയുള്ള സ്ഥിതിയെപ്പറ്റി എന്താണ് അവർക്കൊരു ധാരണയുണ്ടോ? അങ്ങനൊരു ഉത്തരവാദിത്വമില്ലേ? പിന്നെ നമ്മുടെ പിന്നീട് ഈ ഹെൽത്ത് മിനിസ്റ്റർ ഞാനിതൊന്നും അറിയേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലല്ലേ അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ചുമ്മാ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയല്ലേ? ഇതിനൊരു ഉത്തരവാദിത്വമല്ലേ? സാധാരണ ഇതിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഈ തരത്തിലുള്ളൊരു സിറ്റുവേഷനിൽ ഒരു ഹെൽത്ത് മിനിസ്റ്റർ രാജിവെച്ച് പോകില്ലേ? എന്നെക്കൊണ്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇന്നത്തെ സംവിധാനത്തിൽ എനിക്ക് കഴിയുന്നില്ല. അവരെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിസ്റ്റത്തിൻ്റെ തകരാറാണ്. സിസ്റ്റത്തിൻ്റെ തകരാറ് നിയന്ത്രിക്കുന്ന ഒരു മന്ത്രിയല്ലേ? അല്ല, നാട്ടുകാരാണോ സിസ്റ്റത്തിൻ്റെ തകരാറ് നിയന്ത്രിക്കുന്നത്? അപ്പോൾ ഇതിനെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അതൊന്നും നമ്മുടെ നാട്ടിൽ വേണ്ട. എന്ത് നടന്നാലും ഒരു കുഴപ്പമില്ല. ഞങ്ങളൊക്കെ രാജാക്കന്മാരാണ്, എന്ത് വേണമെങ്കിലും ചെയ്യാം, ജനമെല്ലാം സഹിച്ചോളാം, പാവപ്പെട്ടവരാണ്, അവനെല്ലാം തൊലഞ്ഞു പോട്ടെ എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് തീർച്ചയായിട്ടും വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്കാണ് കേരളം നീങ്ങുന്നുവെന്നാണ് എനിക്ക് പറയാനുള്ളത്.